ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെൻഡർ, ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഫീമെയിൽ ആണ്, അപ്പം ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഐ ഹാവ് മൈ ഫീമെയിൽ സെക്സ് ഓർഗൻസ്, ഓക്കെ, വിച്ച് ഇസ് യൂട്രസ് ഉണ്ട്, പുറത്തേക്ക് വൾവ, വജൈന, അങ്ങനെയുള്ള ഓവറീസ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഞാനാണ് സ്ത്രീ. അപ്പം ഇത് കുഞ്ഞാവായിട്ട് ജനിക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് പൊക്കി നോക്കുന്നു, എന്നിട്ടാണല്ലോ നമ്മൾ പറയാം. അതെ, അപ്പം ജസ്റ്റ് എൻ്റെ വെറുതെ പറയാണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഞാൻ കുഞ്ഞാവായിട്ട് ജനിച്ചപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ ഓർഗൻ കണ്ടപ്പോൾ ഇത് കുട്ടിയാണ്, പെൺകുട്ടി എന്ന് പറഞ്ഞു. അത് പുറമേ ഉള്ള സാധനമാണ്, ഓക്കെ, യുവർ ഓർഗൺ. അത് കണ്ടിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇത് ആ കുട്ടിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ അല്ലെങ്കിൽ പാരൻസ് ആണ് ഇത് പറയുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി ആണ് ട്രാൻസ് ആണോ ബൈനറി ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. വിച്ച് മീൻസ് ബിഗ്ഗസ്റ്റ് സെക്സ് ഓർഗൺ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനാണ് പറയുക താൻ ഫീമെയിലാണ് അല്ലെങ്കിൽ മെയിലാണ് എന്നൊക്കെ. അപ്പം ഞാൻ ജനിച്ചപ്പം ഞാൻ ഫീമെയിലാണ് ആൻഡ് മൈ ബ്രെയിൻ ഇസ് ടെല്ലിങ് മീ ദാറ്റ് യു ആർ ഫീമെയിൽ. ഫീമെയിലിൻ്റെതായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇപ്പം എന്നെയും തന്നെയും പോലെയുള്ള ആളുകൾ. അങ്ങനെ അല്ലാതെ ഇപ്പം ഫീമെയിൽ ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ആണ് ഉള്ളത്, പക്ഷേ നമ്മുടെ തോന്നൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ പുരുഷനാണെന്നാണ്. ദർ ഇസ് എ ക്ലാഷ്. അങ്ങനെ ശരീരവും മനസ്സും അല്ലെങ്കിൽ മസ്തിഷ്കവും രണ്ടായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്.